നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നയാൾ ഒരു ആർജെ ആണ്, വിജെ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, നടിയാണ്, വ്ളോഗറാണ്, അങ്ങനെ എല്ലാമാണ്. അപ്പോ പോകാം അതിഥിയിലേക്ക്. ഇപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ? ആർജെ അഞ്ജലിയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായിട്ട് ചേരുന്നത്. അഞ്ജലി, സ്വാഗതം. ഞാൻ ആ പോകാം വീഡിയോയിലേക്ക് അല്ലെങ്കിൽ അതിഥിയിലേക്ക് എന്ന് പറഞ്ഞത് ഏക്കില്ല, അത് അഞ്ജലി പറഞ്ഞാലേ അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ എങ്ങനെ പോകുന്നു? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷം, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. വ്ളോഗിങ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ വ്ളോഗ് ചെയ്യുന്നവരെല്ലാരും പറയുന്ന ഒരു കാര്യം, നീ ലെങ്ത് കൂടുമ്പോ ആൾക്കാർ ഇങ്ങനെ മടുത്തു പോകാറുണ്ട്, അതുകൊണ്ട് ഷോർട്സിനാണ് പ്രിയം ഏറെ എന്ന് പറയാറുണ്ട്. എന്താ തോന്നുന്നത്? അത് ഏറ്റവും ക്രിസ്പായിട്ടും ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് കാണുന്ന ആൾക്കാരുടെ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർ നമുക്ക് കുറച്ച് സമയം തരുന്നു, അത് നമ്മൾ നന്നായിട്ട് അവർക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന തരത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഈ പോകാം വീഡിയോയിലേക്കാണ് അഞ്ജലിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു വന്നത്? ആ ഒരു സംഭവം 2-3 വ്ളോഗ് എടുത്തപ്പോ ഇങ്ങനെ വന്നതാണോ അതോ അതിങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതാണോ? അതായത് നമ്മുടെ ക്യാമറാമാനും നമ്മുടെ എഡിറ്ററും നമ്മുടെ വീഡിയോ പ്രസന്ററും ഒക്കെ നമ്മൾ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ നമുക്ക് ക്യാമറ നമ്മുടെ ഏതോ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് എന്ന് തോന്നും. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെടും. അങ്ങനെ എപ്പോഴോ ഏതോ ഒരു മൊമെന്റിൽ പോകാം വീഡിയോയിലേക്ക് എന്ന് പറഞ്ഞതാണ്. ഏത് വ്ളോഗ് ആയിരുന്നു അല്ലെങ്കിൽ ഏത് വീഡിയോ ആയിരുന്നു ഭയങ്കര ക്ലിക്കായത്? അതായത് ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണ് ഏറ്റവും വൈറലായിട്ടുള്ള. അങ്ങനെയല്ല, നമ്മൾ അതിനു മുമ്പ് ലോക്ക്ഡൌൺ ടൈമില് കുട്ടി DIY പോലത്തെ വീഡിയോസ്, ഇൻഫർടൈൻമെന്റ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പേര് ഒരുവിധം മുഖം കണ്ടാൽ അഞ്ജലിയാണെന്ന് മനസ്സിലാവുന്ന ഒരു കണ്ടീഷനിലാണ് എന്നും ചെയ്തുകൊണ്ടിരുന്ന ഹലോ മൈ ഡിയർ റോങ് നമ്പറിന്റെ വീഡിയോ പുറത്തോട്ട് വരുന്നത്. അപ്പൊ അത് ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടും ആൾക്കാർ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടും അവർക്കൊക്കെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ അഞ്ജലി ഈ അഞ്ജലി, അപ്പൊ മൊത്തത്തില് അങ്ങനെ ഒരു റോങ് നമ്പറും ഞാനും അത് കൂടുതൽ ആൾക്കാർ റിലേറ്റ് ചെയ്തു തുടങ്ങി. അതെ, എനിക്കൊന്ന് റോങ് നമ്പറിന്റെ വീഡിയോ വന്നപ്പോഴാണ് ഭയങ്കര വൈറലായത് അല്ലേ? അത് നമ്മള് FM കേൾക്കുന്നതിനെക്കാട്ടും അതിന്റെ വീഡിയോസ് വന്നപ്പോഴത്തേക്കിനും നിങ്ങളുടെ എക്സ്പ്രഷൻ ഒക്കെ അതൊക്കെ ഗംഭീരായിരുന്നു. അവിടെ ചമ്മുന്നതും അല്ലെ? അഞ്ജലിയുടെ ഈ സ്ലാങ് വെച്ചിട്ട് ആൾക്കാർ ഇപ്പൊ പിടിക്കുന്നില്ലേ? ഭയങ്കരമായിട്ട് പിടിക്കും. ഭയങ്കര വെല്ലുവിളികൾ എന്താണ് ഒരുപാട് നേരിടുന്ന ഒരു ജീവിതമാണ് ആർജെ ജീവിതം ഇപ്പൊ. കാരണം ഇത്രയും വർഷമായി നമ്മൾ റോങ് നമ്പർ എടുത്തുകൊണ്ടിരിക്കുന്നു. വീഡിയോയിൽ നമ്മുടെ ഒരു ശബ്ദം ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഹലോ എന്ന് കേൾക്കുമ്പോഴേ അഞ്ജലി അല്ലേ, റോങ് നമ്പർ അല്ലേ മനസ്സിലായി എന്ന് പറയും. പിന്നെ ട്രൂ കോളർ ഉണ്ട് പല ആൾക്കാരുടെ കയ്യിലും. അപ്പൊ ഇതെല്ലാം അതിജീവിച്ച് ഒരുവിധം തട്ടിയും മുട്ടിയും പറ്റിച്ചൊക്കെ ജീവിക്കുന്നു. അങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലെ പറ്റിച്ച്. ഈ സ്ലാങ് ഭയങ്കര പ്രശ്നമല്ലേ? അതായത് ഞാൻ ചോദിക്കുന്ന സ്ലാങ് പെട്ടെന്ന് പിടിക്കും ആൾക്കാർ. 2 അഞ്ജലിയുടെ സൗണ്ട് യുണീക്കാണ്, അപ്പൊ അതും പിടിക്കും. ഈ സ്ലാങ് പാരയാകാറുണ്ടോ പലപ്പോഴും? സ്ലാങ് ആണ് ആ ഒരു വ്യത്യസ്തത റോങ് നമ്പറിന് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ആർജെ ടോക്കിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ നമുക്ക് വരത്തില്ല, അല്ലാതെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ റോങ് നമ്പർ എന്ന് പറയുന്നത് നമുക്കൊരു ഐഡന്റിറ്റി തരുന്ന, നമ്മളായിട്ട് തന്നെ എങ്ങനെയാണോ നമ്മൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ ബാക്കിയുള്ളവരുടെ അടുത്ത് തമാശയിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റോങ് നമ്പർ. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ഒരു സ്ലാങ് മാറ്റണമെന്നോ കുറച്ചുകൂടി അച്ചടി ഭാഷയിൽ സംസാരിക്കണമെന്നോ ഒന്നും തോന്നിയിട്ടേ ഇല്ല. കൂടുതൽ വരട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു നമുക്കതൊരു രസമുള്ള പരിപാടിയായി. നമുക്ക് ക്യാമറ ഇരിക്കുന്നെന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും വരത്തില്ല. മാക്സിമം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആരെങ്കിലും കിട്ടണം. പാവങ്ങളെ പറ്റിക്കാനാണ് എളുപ്പം. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ജീവിതത്തിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ഒരു വലിയ സംഭവങ്ങളെ കുറിച്ചൊന്നും അധികം ധാരണയില്ലാത്ത പാവ ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ അടുത്താണ് നല്ല ഇന്ററാക്ഷൻസ് നമുക്ക് കിട്ടുന്നത്. വളരെ നാച്ചുറൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് റോങ് നമ്പർ ചെയ്യാൻ ഭയങ്കര നല്ലതാ. എനിക്കൊന്ന് എപ്പോഴും അഞ്ജലിയുടെ റോങ് നമ്പറിലെ ഡയലോഗ്സ് ഭയങ്കര ഹിറ്റ് ആവുന്നത് അത്രയും തന്മയത്വത്തോടെ പറയുന്നുണ്ട്. എടാ ഞാൻ ഇപ്പൊ എവളെ എന്ത് ചെയ്യട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ കേട്ടേക്കുന്നോ പെടോ, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യാന്നുള്ളൊരു സാധനം അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കോളുകളുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർ എപ്പോഴും എന്നെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുട്ടപ്പപ്സിന്റെ റോങ് നമ്പറാണ്. മുട്ടപ്പപ്സ് ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അത് തമാശ ഉള്ളത് കൊണ്ടല്ല, എനിക്ക് നിറയെ തെറി കിട്ടിയ റോങ് നമ്പർ. പക്ഷെ ഈ റോങ് നമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഒരു നമ്മളെ തിരിച്ച് അവർ അത്രയും മോശമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മളത് അർഹിക്കുന്നുണ്ട്, ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ അത്രയും പ്രതികരണ ശേഷി ഉള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു.
നന്നായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ശരി ശരി. മറ്റൊന്ന് ഈ വ്ളോഗിലേക്ക് വരുമ്പോൾ വീട് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പം പ്രേക്ഷകർ അഞ്ജലിയെ കാണുമ്പോൾ ചോദിക്കുമായിരിക്കും എന്തിനാണ് ന്യൂസ് 18 അഞ്ജലിയെ വിളിച്ചിരിക്കുന്നത്? കാരണം അഞ്ജലിയുടെ ഡെയിലി ലൈഫ് ഞങ്ങൾക്ക് അറിയാം. അഞ്ജലി ജിമ്മിൽ പോകുന്ന അറിയാം, അഞ്ജലി എന്താ കഴിക്കുന്നത് അറിയാം, അഞ്ജലിയുടെ എക്സസൈസ് അറിയാം, ഇന്നത്തെ എന്ത് വർക്കൗട്ട് ആണെന്ന് അറിയാം, അതുവരെ ആൾക്കാർക്ക് അറിയാം. അപ്പോ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എഡിറ്റ് ചെയ്യാതെ എന്താണ് അഞ്ജലി എന്ന് ഞങ്ങൾ കാണിക്കണം. നേരത്തെ പറഞ്ഞില്ലേ ക്യാമറയും എഡിറ്റും എല്ലാം സ്വന്തമായിട്ടാണെന്ന്. ഇവിടെ എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾ അഞ്ജലിയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഭയങ്കര സപ്പോർട്ടല്ലേ അവർ തരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ നേരത്തെ വീടിന്റെ കാര്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ പറയാം, എൻ്റെ ലൈഫിലെ തന്നെ ഭയങ്കര വലിയൊരു ഡ്രീമാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ മെല്ലെ മെല്ലെ വളരെ സമയമെടുത്ത് 2 വർഷത്തോളമായി വീട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതിലോട്ട് ഇങ്ങനെ നടന്നെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗിലൂടെ ആണെങ്കിലും റേഡിയോ കേട്ടായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഇനിയും തുടരണം. കാരണം നമുക്ക് വേഗം വീട് പണിയൊക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് കൂടുന്തോറും വീട് പണിയുടെ വേഗവും കൂടും. ഓക്കെ, ഈ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരും കൂടെ കട്ടയ്ക്ക് നിന്നാലേ വ്ളോഗൊക്കെ അങ്ങനെ പോകും. നമ്മൾ ഈ ഫോണും കൊണ്ട് വരുമ്പോഴത്തേക്കും ഒന്ന് പോയേ വെച്ചെന്ന് പറയുന്നവരാണെങ്കിൽ നമുക്ക് പറ്റില്ല. പക്ഷെ അവിടെ എല്ലാവരും ഭയങ്കര സഹകരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. 2 പിള്ളേരാണെങ്കിലും അല്ലെ, മാതങ്കിയും മൂത്തയാളുടെ പേര് തൻവി. അതെ, അപ്പൊ 2 പേരും ആണെങ്കിലും ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവര് നിന്ന് തരും. അപ്പം ജിനോ ഹസ്ബൻഡ് അതും തകർപ്പനാണ്. അപ്പൊ ഇത്ര അവരുടെ ഒരു പിൻബലം അതൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് താനെ വരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം, അവരോടുള്ള നല്ല ഒരു ഇടപെടൽ, ഇതൊക്കെയും സപ്പോർട്ടായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പിന്നെ നമുക്ക് വർക്കിനോടുള്ള ഒരു പാഷൻ, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അത് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അവർക്ക് സപ്പോർട്ട് ആവുന്നുണ്ടോ. അപ്പൊ ഈ ചിന്തകളൊക്കെ ആയിരിക്കാം ഇവർക്ക് അത്ര ഇഷ്ടമാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അവർക്ക് ഉണ്ടാക്കുന്നത്. ആർജെ ആയിരുന്നില്ലെങ്കിൽ, ആർജെ ആയില്ല എങ്കിൽ അഞ്ജലി എന്താവുമായിരുന്നു? ചിലപ്പോ ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നേനെ, ചിലപ്പോ ഒരു ആക്ടർ ആയേനെ, ചിലപ്പോ ഒരു ഗവൺമെന്റ് എക്സാം ഒക്കെ എഴുതി എന്റെ അനിയനും അനിയത്തിയും ഇരിക്കുന്നത് പോലെ ഒരു ഓഫീസിൽ ഇരുന്നേനെ. പഠിപ്പിസ്റ്റായിരുന്നോ? നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. സാധാരണ ഈ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരൊന്നും അങ്ങനെ അധികം പഠിക്കുന്നവരായിരിക്കില്ല, ഒരു മിഡിൽ ആവറേജ് ഒക്കെ ആയിരിക്കുമല്ലോ. ഇതെങ്ങനെ ഈ സംസാരവും പഠിത്തവും എല്ലാം കൂടെ കൊണ്ടുപോകും? എന്തോ ഇപ്പൊ 10th എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു, +2 ഡിസ്റ്റിങ്ഷൻ. ആ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു വരിക. എഞ്ചിനീയറിംഗ് ആയപ്പോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതായത് നമ്മൾ മെല്ലെ അത് കുറച്ചിട്ട് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അങ്ങനെ പറ്റുമോ? അതല്ലേ, ഒറ്റയടിക്ക് പറ്റില്ല. അടിപൊളി. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഇൻകമിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ സജീവമാണ്. എങ്ങനെയാ ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി അതിൽ എഫേർട്ട് ഇടേണ്ടി വരുന്നു. നല്ല എഫേർട്ട് ആണ്. ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്ന പോലെ നമുക്ക് ലക്ഷങ്ങളുടെ വരുമാനമൊന്നും ഇല്ല. അതായത് ഇപ്പം ഒരു മിനിമം ഈ ഫേസ്ബുക്കിന്റെ വരുമാനം ആയിരിക്കും എനിക്ക് കൂടുതൽ പറയാൻ അറിയുന്നത്. ഇപ്പൊ ഒരു 1 ലക്ഷം വ്യൂസ് ഒക്കെ വരുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം പോലെ ഒരു $10 എന്ന് പറയുമ്പോൾ എത്ര വരും? $1 എന്ന് പറയുന്നത് ഒരു 80 റേഞ്ച്. അപ്പൊ 800 രൂപ. 1 ലക്ഷം വ്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 800 രൂപയോളം മാത്രമാണ്. അപ്പൊ അതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് എന്ത് കണ്ടന്റ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തണം. അതിന്റെ പിന്നിലും തീർച്ചയായിട്ടും നല്ലൊരു എഫേർട്ട് ഉണ്ട്. അത് ഇപ്പൊ എന്റെ വീട്ടിലും മനസ്സിലായത് കൊണ്ടാണ് എല്ലാവരും, കാരണം എത്രയും വേഗം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട്, നമ്മുടെ സന്തോഷങ്ങളിലേക്ക് നമുക്ക് ചുരുങ്ങാം. അപ്പൊ അത് കാരണമാണെന്ന് തോന്നുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നടിയും കൂടിയാണ്. അപ്പൊ 3 സിനിമകൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇഷ്ടമായിരുന്നു അഭിനയം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയം. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു ഓപ്പർച്യൂണിറ്റി വന്നാലും നമ്മൾ അതൊരിക്കലും വേണ്ടാന്ന് വെക്കാറില്ല. അത് മാക്സിമം നന്നായിട്ട് നമ്മുടെ ഏറ്റവും നല്ല എഫേർട്ട് ഇട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇനി ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു സദ്യ, നിറയെ പായസമൊക്കെ ഉള്ള ഒരു സദ്യ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് ഈ 3 കൂട്ടാളികൾ എടുത്തപ്പോൾ തന്നെ സദ്യ പതുക്കെ അങ്ങ് നീങ്ങിപ്പോയ അവസ്ഥ. സദ്യ വീണ്ടും വേണം, അല്ലെങ്കിൽ ഇനിയും, കാരണം നമുക്കത് ഇഷ്ടമാണ്. ശരി, ഉപമകളൊക്കെ അടിപൊളിയാണ്. ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം എന്നൊക്കെ പറയുന്നതിന് പകരം ഇൻഫ്ലുവൻസർ എന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ്. കാരണം ചെറിയ കുട്ടികൾ മുതൽ കാണുന്ന
ഈ ഫോണിൽ കാണുന്നതാണ് നിങ്ങളെയൊക്കെ. കുറെയൊക്കെ അവരങ്ങ് എടുക്കും, അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വരും. അപ്പൊ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് ലൈന് അത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിന് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ട. അതെ, ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ വീഡിയോസ് എടുക്കണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. പിന്നെ ഇപ്പൊ കുറെ, അതായത് ഇത് ഷെയർ ചെയ്ത് പോകണം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകം ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണെങ്കിലും നമ്മുടെ ചുറ്റുപാടിലേക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും അത് ഷെയർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോഴാണ് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയ സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതുപോലെ ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ തരാൻ പറ്റുമോ ചേച്ചി, പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മീര എന്ന് പറയുന്ന ഒരു കുട്ടി, മീരയും ശ്രുതിയും അവരുടെ ഫാമിലി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പേജിൽ ഷെയർ ചെയ്തപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വീട് വിസിറ്റ് ചെയ്തു. ഫോൺ മാത്രമല്ല, അവർക്ക് ജീവിത സാഹചര്യങ്ങളേ ഇല്ല, അടുക്കളയിലാണ് ഉറങ്ങുന്നത്, ചോർന്നൊലിക്കുന്ന ഒരു വീട്. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ വെറും ഒരു മീഡിയ പ്രവർത്തകയായിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിരിക്കുന്ന എന്നെ കൊണ്ട് ഒരു വർഷം കൊണ്ട് അവർക്ക് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനേ എൻ്റെ വീട് എന്നെ കൊണ്ട് മുടിയല്ലടാ. അപ്പം ഇത് ഇത്രയും പേരുടെ സപ്പോർട്ടാണ്. അപ്പൊ നമ്മളത് ഉത്തരവാദിത്തത്തോടു കൂടി, ആ ഒരു സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി അപ്രോച്ച് ചെയ്യണം. അത് നമ്മുടെ വർക്കിലും റിഫ്ലക്ട് ആവും. അത് മനസ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു കാര്യമായിരിക്കും. തീർച്ചയായും എവിടെ പോയാലും കേൾക്കുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കാണുന്നത് കൊണ്ട് ഒരു ഫാമിലി അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. ഒന്നിലധികം ഫാമിലീസിന് ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാറുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നമ്മുടെ ചാനൽ ഓടത്തുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണുള്ളൂ എന്ന് പറയാറുണ്ട് യൂട്യൂബേഴ്സും ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ. പക്ഷെ എനിക്ക് അഞ്ജലിയുടെ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അല്ലെ, ഒരു അവിയലാണ്, വീട് നടക്കുന്നുണ്ട്, ഒരു അവിയലാണ്. അതായത് കുക്കിംഗ് ഉണ്ട് അല്ലെ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ കുക്ക് ചെയ്യല്ല, മീൻ വാങ്ങിക്കാൻ പോകുന്നത് തൊട്ടുള്ള ട്രാവൽ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കുക്കിംഗ് ഉണ്ട്, പിന്നെന്താണ് മേക്കപ്പ് ഉണ്ട്, പിന്നെന്താ വേണ്ട വീട്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും. വെറുതെ ഇന്നും വന്നപ്പോഴും ഞാൻ അതായത് നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിന്റെ വീഡിയോ നമ്മൾ ഈ പറയുന്ന പോലെ ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ടുള്ള അടുപ്പവും ഇടപെടലും കാരണമാണ് നമുക്ക് ഇതെല്ലാം പറ്റുന്നത്. ഇപ്പൊ ആദ്യം നമ്മളൊരു മീഡിയ ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക്. അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ വ്ളോഗ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം കിട്ടിയത്. അപ്പൊ അവര് ബ്രഷ് ചെയ്യുന്ന സമയത്ത് വീഡിയോ, അപ്പൊ ഞാൻ കൊള്ളല് പരിപാടി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് തപ്പി എനിക്ക് പോകുന്ന വഴിക്ക് കണ്ടന്റ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഇൻകം സോഴ്സ് ആണ്. അപ്പൊ മാക്സിമം വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റും, ഇതും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. അത് നമ്മൾ അപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രയോജനം കാണുന്നവർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഈ വ്ളോഗ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രയോജനം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തിലാണ് നമ്മൾ, ഇതുപോലെ നമുക്ക് ഒരു ഗെറ്റ് ടുഗദറുകൾ പ്ലാൻ ചെയ്യാം, നമ്മുടെ ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും, ഇതുപോലെയുള്ള ചിന്തകൾ കാണുന്ന ആൾക്കാരിലോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതുപോലെ ഈ അധികം ആൾക്കാർ എത്തിപ്പെടാത്ത ചില സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരും. അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭകരെ നമുക്ക് ഇപ്പൊ എല്ലാം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് മാത്രമല്ല, എല്ലാവർക്കും നമുക്ക് ഈ പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ഒരു ലോഡ് പൈസ കൊടുത്ത് അവരെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിളിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബൊട്ടീക്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് ഒരു വീഡിയോയിൽ പറയാമോ. അപ്പൊ അതൊരു ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസർ ഫോളോവേഴ്സിനെ അവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ആ പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെയും കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ ഇതൊരു ഒരു സമൂഹം മൊത്തത്തിൽ സന്തോഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അപ്പൊ അത് എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടാണ്? പിന്നെ തീർച്ചയായിട്ടും അതാണ് എന്റെ വീഡിയോയുടെ പ്രത്യേകത. ഞാൻ പരീക്ഷിച്ച് കാണിക്കുള്ളൂ പറയുന്നത്. അതെ അതെ. ഇപ്പം ഈ ലോക്ക്ഡൌൺ ടൈമില് ഹെയർ ഗ്രോത്തിനായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മുടി ഇതുവരെ എത്തിയതാണ്. അപ്പൊ ഞാൻ മുടി ഇടയ്ക്ക് കട്ട് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്തുമാത്രം കഷ്ടപ്പെടും. കാരണം എല്ലാവരും കാണുന്നതാണല്ലോ വീഡിയോ. ഇങ്ങനെ ഈ ഹെയർ പാക്ക് ഇട്ട് ഓയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊക്കെ വളർത്തിയെടുത്ത മുടിയാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഭയങ്കര പോസിറ്റീവ്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആള്, പക്ഷെ ഇടയ്ക്കൊന്ന് ഡിപ്രസ്ഡ് ആയി പോയി, ഇടയ്ക്ക് ഭയങ്കര ഡൗൺ. എന്തായിരുന്നു ജീവിതത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ? തീർച്ചയായിട്ടും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ലൈഫിലും അങ്ങനെ എന്ത് സംഭവിച്ചാലും കരച്ചിൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതായത് ഇപ്പം പ്രഗ്നന്റ് ആയത് കാരണം നമുക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ അത് കാരണം മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റാതിരിക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ
ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ തന്നെയായിരുന്നു. അപ്പോൾ അത് എനിക്കിതിൽ നിന്നൊന്നും മാറണം, എനിക്ക് യാത്ര ചെയ്യണം. അപ്പോഴും ഞാൻ ഈ 6 months കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ യാത്രകൾ ചെയ്യുമായിരുന്നു, ജിം ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്നെ തിരിച്ചു പിടിച്ച് വീണ്ടും ഇതുപോലെ ഹാപ്പനിങ് ആയിട്ടുള്ള ഞാൻ ആക്ച്വലി ഒരുപാട് സ്ത്രീകൾ അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് സെക്കൻഡ് ബേബിയിലായിരുന്നു അല്ലെ? സെക്കൻഡ് ബേബി ആയിരുന്നപ്പോഴാണ് ഈ ആദ്യ ബേബി സമയത്ത് നമുക്കിതൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇതാണോ എന്റെ വിഷമത്തിന്റെ കാരണം എന്നറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചാൽ ഇതിനെ കുറിച്ച് അറിഞ്ഞതും ഇതിൽ നിന്ന് എനിക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ എങ്ങനെയാ? വായിച്ചറിവാണോ അതോ കേട്ടറിവ്? തീർച്ചയായിട്ടും വായിച്ചറിവും നമ്മുടെ പല ഡിസ്കഷനും കേൾക്കുന്നത് ഇതെല്ലാം സംഭവിക്കണം. അതായത് ഇപ്പൊ എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുമ്പോഴാണ് ഈ കുട്ടിയും അത് ആ ഒരു സിമിലർ ഫേസിലൂടെ പോയതാണ്. അപ്പൊ എന്തോ ഒരു സാഹചര്യം ഉണ്ട്, അങ്ങനെ എന്തോ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പല പാരന്റ്സിനും തോന്നും, അല്ലെങ്കിൽ ഈ ഫേസിലൂടെ കടന്നു പോകുന്നവർക്ക് തോന്നും. നമ്മൾ ഒപ്പമാണ്, നിങ്ങളെ പോലെ തന്നെ ഞാനും നിങ്ങളുടെ കൂടെയാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും എല്ലാവരിലും നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും സംസാരങ്ങളും എല്ലാം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ TV ഷോയിൽ നേരത്തെ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ News 18 ആണ് അപ്പൊ അഞ്ജലി ടിവിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഇപ്പൊ ഉണ്ടോ? എനിക്ക് വളരെ ഷോർട്ടായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നു എനിക്ക് തോന്നുന്നു. ആണോ? ഞാൻ പെട്ടെന്ന് കൂടുതൽ നിങ്ങൾക്ക് പണി തരണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് അതാണ് പണി, സംസാരിച്ച് നിർത്തുമ്പോ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ജിനോയെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞ് നമ്മൾ പോയുള്ളൂ അല്ലെ? അപ്പൊ പുള്ളിയെ കുറിച്ച് പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഈ വീഡിയോ ഒക്കെ എടുത്തപ്പോ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലൊക്കെ രസമായിട്ടുണ്ട്, കാണാറുണ്ട്. വീഡിയോയിലുള്ള പോലെ തന്നെയാണോ ലൈഫിലും? അതായത് ജിനോ ആണ് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ ടൈമിൽ പുള്ളിക്കാരൻ ഇതുപോലെ ക്ലീനിങ് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം ലോക്ക്ഡൌൺ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുള്ളി സ്റ്റക്കായിരുന്നു. ഏകദേശം ഒരു 1-2 വർഷം വീട്ടിലങ്ങ് പെട്ടുപോയി. അപ്പൊ ഞാൻ എന്ത് വീഡിയോ എടുത്താലും ഇപ്പൊ കൊക്കഡാമ ഉണ്ടാക്കാനും എന്റെ വോൾ ആർട്ട് ഉണ്ടാക്കാനും എന്റെ കൈയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ മാത്രമാണ് എന്റെ കൈ, കുറച്ച് ഫിനിഷ് ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും വീണ്ടും വരുന്നത്. അപ്പൊ ആ വർക്ക് ഫുള്ള്, അതായത് ലോഡ് വർക്ക് എല്ലാം ചെയ്യുന്നത്, ഹാർഡ് വർക്ക് എല്ലാം ചെയ്യുന്ന ഹസ്ബൻഡ് ആയിരുന്നു. അങ്ങനെ അത്രയും സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഈ ജിനോ ആണെങ്കിലും ആദ്യം ഈ ലോക്ക്ഡൌൺ ടൈമില് ഞങ്ങൾക്ക് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വന്ന സമയത്ത് ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് 5-6 വണ്ടിയൊക്കെ വാഷ് ചെയ്ത് വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ജിനോക്ക് ഈ പറയുന്നത് ഈ ജോലിയാണോ ചെയ്യുന്നത്, ഇതെന്ത് ജോലിയാണ് എന്നുള്ള തരത്തിലൊക്കെ ജിനോയുടെ അടുത്തും ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ച് എനിക്കൊപ്പം എന്നേക്കാൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരു സംരംഭം കൊണ്ടുപോകുന്ന ഒരാളാണ്. അതിനിടയിൽ നമുക്കായിട്ടുള്ള സപ്പോർട്ട്, പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന സകല സപ്പോർട്ട്, ഇപ്പം മക്കളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും കിച്ചണിലെ വർക്കുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട്, മാക്സിമം ഷെയറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. എനിക്കാണെങ്കിൽ അഞ്ജലിയെ കൊണ്ട് ആരെങ്കിലും ഒന്ന് പ്രാങ്ക് കോൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്ത ഏക്കില്ല, കാരണം ഈ സ്ലാങ് കൃത്യമായിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് അഞ്ജലിയുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. അഞ്ജലി, നമ്മള് ഈ സെലിബ്രിറ്റി ആയല്ലോ, ഇപ്പൊ അഞ്ജലി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം, RJ അഞ്ജലി എന്ന് പറഞ്ഞാൽ അറിയാം, ഫേസ് ഫെമിലിയർ ആയി, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആളുടെ റെസ്പോൺസ് അതൊക്കെ എങ്ങനെയാ? ഇങ്ങനെ ഇഷ്ടമാണോ അതൊക്കെ? ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ലോക്ക്ഡൌൺ ഒന്ന് റിലീസ് ആയ സമയത്ത് നമ്മൾ മോളിലൊക്കെ പോകുമ്പോൾ ചേച്ചി അഞ്ജലി, അപ്പൊ എനിക്കിത് മനസ്സിലാവുന്നുണ്ടായിരുന്നേ, ഇത്രയും വലിയൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുമോ എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. ചേച്ചി പോകാൻ വീഡിയോയിലേക്ക് ഒന്ന് പറയൂ, ലൈവായിട്ടൊന്ന് കേൾക്കാനുള്ള കൊതി ഒന്നാണ്. പക്ഷെ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതൊരു എവിടെയെങ്കിലും വന്ന് എവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടാവും. ഇപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ശരി, അങ്ങനെയാണ്. ഉദ്ഘാടനത്തിനൊക്കെ പോയി തുടങ്ങിയോ? അയ്യോ ഇല്ല, 1-2 ഉദ്ഘാടനങ്ങൾ തെന്നിയും തെറിച്ചും വരുന്നു എന്നുള്ളതല്ലാതെ ഒരുപാട് ഉദ്ഘാടനങ്ങളൊന്നും ഇല്ല. പ്രോഡക്ട്സിന്റെ ഇതുപോലെ പറഞ്ഞ പോലെ പരസ്യമൊക്കെ വരാറുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ അത് സെലക്ട് ചെയ്യുന്നതും? നമുക്കും കൂടി ബോധ്യപ്പെട്ട സാധനങ്ങൾ മാത്രമാണ്. ഒന്ന് എന്താണ് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയൊക്കെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ പറഞ്ഞിട്ട് പറ്റിച്ചെന്ന് പറയൂലേ. അങ്ങനെ ഒരു ലോഡ് കണ്ടന്റ് ഈ ക്ലൈന്റ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷമാണ് കുറച്ച് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് സാധനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കമന്റ്സ്, നേരിട്ടുള്ള കമന്റ്സ് പോലെ തന്നെയാണ് ഇപ്പൊ ഈ വ്ളോഗിന് താഴെയൊക്കെ വരുന്ന കമന്റുകൾ എല്ലാം വായിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാ ലൈഫിലേക്ക് എടുക്കുക? എല്ലാം വായിച്ച് റിപ്ലൈ കൊടുക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അതിന്റെ പിന്നിൽ വേറൊരു മോണിറ്റൈസേഷൻ പരിപാടിയുണ്ട്. അതായത് മാക്സിമം എൻഗേജ്മെന്റ്, മാക്സിമം മണി.
അപ്പൊ അങ്ങനെ നമ്മുടെ അൽഗോരിതം ഒക്കെ മാറിയ സമയത്ത് നമ്മൾ നിർബന്ധിതരാകും പല കമന്റുകൾക്കും റിപ്ലൈ. ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്, നമ്മുടെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കമന്റുകൾക്ക്, ചില കമന്റുകൾക്ക് നമുക്ക് മനുഷ്യനാണോ, കൈ ഉണ്ടോ, എഴുതാൻ അറിയോ, നിങ്ങൾ റിപ്ലൈ ചെയ്തു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ പറയുന്ന കമന്റ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം, നമ്മളെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്കും വിചാരങ്ങളൊക്കെ ഉണ്ട്, ഫാമിലി ഉണ്ട്, അവരൊക്കെ ഇത് കാണും. ഈ കമന്റ് ആയിരിക്കും ചിലപ്പോൾ അവർ നാളെ മുതൽ വീഡിയോയിൽ വരെയില്ല. നിങ്ങൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു ഡിപ്രഷനിലേക്കായിരിക്കും ചിലപ്പം ഈ ഒരൊറ്റ കമന്റ് കൊണ്ട് തള്ളിവിടുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി കമന്റ് ചെയ്യണം. പിന്നെ ഈ പറയുന്നത് പോലെ ആൾക്കാർ കമന്റ് ചെയ്യുമ്പം മാക്സിമം എല്ലാ കമന്റുകൾക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ പറയുന്നത് മാക്സിമം കമന്റ്, മാക്സിമം നമ്മുടെ നേട്ടത്തിന് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ കൊല്ലരുത്. പക്ഷെ കൊല്ലരുത്. പോസിറ്റീവ് കമന്റ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം, ക്രിയേറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ ആ തരത്തിൽ തന്നെ നമ്മൾ ആസ്വദിക്കും. ഞാനിത് ചോദിക്കാൻ കാര്യം എന്താ പറയാ, ഞാൻ ഇന്നലെ അഞ്ജലിയുടെ കുറച്ച് വീഡിയോസ്, പിന്നെ ഇപ്പൊ പുതിയ വീഡിയോസ് കുറെ കണ്ടില്ലായിരുന്നു, അതിപ്പോ ഇന്നലെ കണ്ടു. അപ്പൊ എന്തോ ഒരു മീൻകറി വെക്കുന്ന എന്തോ ഒരു സംഭവത്തിനകത്ത് ചീനച്ചട്ടി അതിന്റെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് മീൻ കറിക്ക് പുളി പിഴിഞ്ഞത് ശരിയായില്ല, 2 പുളി ഒരുമിച്ച്. അപ്പൊ മമ്മി എന്റെ അടുത്ത് വിഷമത്തിൽ ചോദിക്കുന്നു, മക്കളെ ഞാൻ വെച്ചത് ശരിയായില്ലേ? മമ്മി ഞാൻ എല്ലാം കഴിച്ചല്ലേ. കാണുന്ന ആൾക്കാർക്ക് അതിന്റെ രുചി അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കമന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ അമ്മമാരോ ആരെങ്കിലും ഒക്കെ വരുന്ന വീഡിയോയുടെ താഴെയാകുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് എനിക്കത് കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു അറിവ് ഉണ്ടാവാം. ഈ കുറെ വർഷമായിട്ട് നമ്മൾ ഇതല്ലേ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അമ്മമാരോ വീഡിയോയിൽ യാദൃച്ഛികമായിട്ട് വന്ന് പെടുന്നവരോ അങ്ങനെയല്ല. അപ്പൊ അവരെ നമ്മൾ പോയിന്റ് ചെയ്ത് കമന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ വീഡിയോയുടെ താഴെ അങ്ങനെ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും വരാറില്ല. കാരണം എന്താണെന്നറിയോ, ഭയങ്കരമായി നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവരെ അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് ബാൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു വരാറില്ല. കാരണം നമ്മളെല്ലാവരും ചിരിക്കാനും സന്തോഷിക്കാനും ഒരല്പം സമാധാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സമാധാനമാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതൊരു പരിധിയിൽ കഴിഞ്ഞ് അതിനെ നശിപ്പിക്കുന്ന തരത്തിലൊരു ഇടപെടലോ അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റോ ആരുടെ ഭാഗത്തുനിന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ നമ്മുടെ ഒരു ശ്രമഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. നമ്മൾ വ്ളോഗിലൂടെ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ ടിപ്സ്, കാര്യങ്ങൾ, ഇൻഫർമേഷൻ അതെല്ലാം വിട്ടു കഴിഞ്ഞാൽ വേറെ, അതായത് അഞ്ജലി ഇതുവരെ ആളുകളെ കാണിക്കാത്ത ഞെട്ടിക്കുന്ന എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടോ? അയ്യോ, അതാ ഞാൻ വീട്ടില്, അത് നമ്മുടെ ഓഫീസിൽ എല്ലാവരുടെ അടുത്തും പറയും, ചില ആൾക്കാർ പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാർ പാട്ട് പാടാതിരിക്കും. അപ്പൊ ഞാൻ വെറുതെ പറയും, എനിക്കെങ്ങാനും ഈ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ അറിയാമേ വീഡിയോ ഇട്ട് കൊല്ലായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല, ഇനി എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അല്ല, ഈ പാട്ടില്ലെന്ന് മനസ്സിലായി. ഡാൻസ് അവിടെ ഇവിടെയും ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു കുഞ്ഞു സ്റ്റേജ് പ്രോഗ്രാമിന് അപ്പൊ തട്ടിക്കൂട്ടുന്ന ഒരു പരിപാടി. പിന്നെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് എനിക്ക് ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ജോയിൻ ഓൾമോസ്റ്റ് ചെയ്തു. നാളെ ആ ഫോം കൊണ്ടുപോയി കൊടുക്കണം. 1 വർഷത്തെ കോഴ്സാണ്. അപ്പം നമുക്ക് ഇനി പറയാം, ഫിറ്റ്നസ് ട്രെയിനർ ഇൻസ്ട്രക്ടർ അഞ്ജലി. അടിപൊളി. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്കോളജി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പറയാലോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോ അഞ്ജലി വന്ന ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ ജിമ്മിൽ ഇന്ന് പോയായിരുന്നു, ഇന്ന് ഞാൻ പോയി, മഴയായിട്ട് കൂടി ഞാൻ പോയി എന്ന് പറഞ്ഞു. ആ ഒരു ലെവലിലേക്ക് എത്തി അല്ലേ? കാരണം എനിക്ക് എപ്പോഴും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. പിന്നെ ഈ ഒരു പരിധി കഴിഞ്ഞ് നമ്മുടെ വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ വരുന്നു, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടി വരും. അപ്പൊ അത് കാരണം നമ്മുടെ ആ ഈ ബാക്ക് പെയിൻ കൂടി വരുന്ന സമയത്ത് അയ്യോ ജിമ്മിൽ പോകാത്തതുകൊണ്ടാണ് എന്റെ ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്ന വെയിറ്റിൽ നിന്നും അപ്പുറമായിട്ട് ഞാൻ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം താനേ വരും. ഇതെല്ലാം താനാ വരുത്. അപ്പൊ നമ്മൾ ആരായാലും ഓടി ജിമ്മിൽ പോകും, അത് കുറയ്ക്കാനുള്ള ഒരു റെമഡി എടുക്കും എന്നുള്ളതാണ്. എനിക്കൊന്ന് ഈ ചിരിയും ഈ സംസാരമാണ് ഒരു അഞ്ജലി എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ, നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണെങ്കിലും ഒക്കെ സംസാരിക്കാതിരുന്ന അങ്ങനെ ഒരു അഞ്ജലി ഉണ്ടായിരുന്നു? സംസാരിക്കാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അംശം എങ്ങനെയെങ്കിലും ഒക്കെ വരും. ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ചേച്ചി വീഡിയോ കാണാറുണ്ട്, ചേച്ചിയുടെ ചിരി സൂപ്പറാണ്, അപ്പൊ പെട്ടെന്ന് ഞാൻ ചിരിക്കുന്നത്
പക്ഷെ ചിരി സൂപ്പറാണ്, ചേച്ചിയുടെ വീഡിയോ നല്ല, എനിക്ക് തന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്ന സമയം അത് എങ്ങനെയെങ്കിലും, കാരണം നമ്മൾ ചെയ്ത വർക്ക് ഒരു ഘട്ടത്തിൽ തിരിച്ച് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ്. അതൊരിക്കലും അത് എന്താണ് നശിച്ചു അല്ലെങ്കിൽ അത് അവിടെ തീർത്ത് വരുന്നതല്ല. ഇപ്പൊ നമ്മൾ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പം ഞാൻ എപ്പോഴൊക്കെ ഒന്ന് ഡൗൺ ആവോ അപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിട്ടോ ഒക്കെ എത്താറുണ്ട് തിരിച്ച്. ആ ഒരു സന്തോഷം, നമ്മൾ സ്പ്രെഡ് ചെയ്ത സന്തോഷം നമുക്ക് തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇപ്പൊ പറഞ്ഞ പോലെ ഫിറ്റ്നസ്, അതുപോലെ തന്നെ വ്ളോഗ്, ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇതിനൊക്കെ ഒത്തിരി സമയം വേണ്ട സാധനങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്ക് 2 കുട്ടികൾ, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? കുട്ടികൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ മൂത്ത മോളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ 2 ഫോണുണ്ട്. ഒരു ആൻഡ്രോയിഡ് ഫോണും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണും എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ഫോണും ഉണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരി എടുക്കത്തില്ല. ഇത് അമ്മയുടെ വർക്ക് ഫോണാണ്. അമ്മയുടെ ഇളയ മോള് പറയും ഇത് ആ ഫോണാണ്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് എടുക്കണ്ട, അമ്മയുടെ വർക്ക് ഫോണാണ്. അപ്പൊ അത് എന്താണോ കുട്ടികൾ കാണുന്നത് അത് അവർ തുടരും. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കാതിരിക്കണേ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കാറാണ് നമ്മുടെ സഞ്ചരിക്കുന്ന സ്റ്റുഡിയോ, അപ്പൊ അതിലോട്ട് പോകുന്ന സമയത്ത് അമ്മ ഇപ്പൊ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അമ്മയുടെ അടുത്ത് പോകണ്ട എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കുണ്ട്. അത് ആ ചെറിയ ആളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഫാമിലി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അഞ്ജലി, ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് അതിഥിയായിട്ട് വന്നതിൽ, ഇത്രയും സമയം ഞങ്ങൾക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ സദ്യ അതിങ്ങോട്ട് വരട്ടെ, നന്നായിട്ട് കഴിക്കാം, ആസ്വദിച്ച് കഴിക്കാൻ പറ്റട്ടെ. ഒരു നടി എന്ന നിലയിൽ എനിക്കിനി ഇന്റർവ്യൂ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു ന്യൂസ് ചാനലിൽ ഇങ്ങനെ വന്ന് ലൈവിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. ഒരുപാട് സന്തോഷം. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ ഹെഡിനും നമുക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ലേഡീസ് ബാൻഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.